പറയും, ആക്ഷേപത്തെ ഹാസ്യ രീതിയിൽ ആൾക്കാർക്ക് എന്നാൽ മനസ്സിലാവുന്ന രീതിയിലും അവർക്ക് സന്തോഷം വരുന്ന രീതിയിൽ, എന്നാൽ സമൂഹത്തിലെ പ്രശ്നങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു കലാരൂപമാണ് ഓട്ടംതുള്ളൽ. ഇന്ന് നമ്മുടെ ഇടയിൽ ഒരാളുണ്ട് who still is very dedicated to that art form. A big round of applause to him. And he is coming on stage today with എന്ത് മെസ്സേജാണ് ഇന്ന് സരനേട്ടൻ നമുക്ക് കൊണ്ടുവരുന്നതെന്നൊന്ന് നോക്കാം. സോ ഓൺ ടു സരനേട്ടൻ. ആൻഡ് അനദർ വൺ തിങ്, അത് സരനേട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായേ, ഓട്ടംതുള്ളൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയുടെ കുറെ കൂടി റിഫൈൻ ഫോം. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ സ്റ്റാൻഡപ്പ് കോമഡി ഇപ്പോഴാണ് അറിയുന്നത്. പഴയ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ഓട്ടംതുള്ളൽ. So, a person who is still keeping that art alive among us. A big round of applause to Saranatan and team. എന്തായി, വീടെത്തിയോ? ഷിഫ്റ്റിങ്ങിന്റെ തിരക്കായിരിക്കും അല്ലേ? നിങ്ങളുടെ ആ ഗോഡൗണിലുള്ള പഴയ സാധനങ്ങളുണ്ടോ ജാമ്പവാന്റെ കാലത്തെ, അതൊന്നും പാക്ക് ചെയ്യണ്ട കേട്ടോ. അതൊക്കെ അവിടെ കളഞ്ഞു. La 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 la. നമസ്കാരം. ഇവിടുത്തെ ടീസറും നീവിയുടെ പ്രസംഗമൊക്കെ കേട്ടപ്പോൾ എല്ലാവരും വിചാരിക്കും ഞാനൊരു പ്രൊഫഷണൽ തുള്ളലുകാരനാണ്. എന്നാൽ അതൊന്നുമല്ല. ഒരു രസത്തിന് കുറച്ച് എഴുതി പാടുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വെള്ളി പിച്ചള ഒക്കെ വരും. അപ്പോൾ അതൊക്കെ കൂടെ നിന്ന് സഹകരിക്കുക, നമുക്കത് അടിപൊളിയാക്കാം. തുടങ്ങല്ലേ? അവിടെ നമ്മുടെ സുഹൃത്തുക്കൾ കേൾക്കണ്ടല്ലോ അല്ലേ? എന്നാൽ പിന്നെ തുടങ്ങാം. എന്നാലിനിയൊരു കഥ ഉര ചെയ്യാം, എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ. ഓട്ടംതുള്ളലിൽ പലതും ചൊല്ലും, ഇത് കേട്ടാരും ഖേദിക്കരുതേ. നാരായണ ജയ 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 നാരായണ ജയ. ഭാരതമെന്നൊരു പാരിനടിയിൽ കേരളമെന്നൊരു നാടുണ്ടവിടെ. കേരളമെന്നൊരു നാടിൻ നടുവിൽ പാലക്കാടൊരു കാടുണ്ടവിടെ. കാടും മലയും ഞെട്ടിവിറയ്ക്കും മലയുടെ മൂട്ടിൽ ഉണ്ടൊരു കോളേജ്. വീരൻ ശൂരൻ പലതരം പലവിധം പൊട്ടിമുളച്ചതും അവിടെ തന്നെ. നാരായണ ജയ 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 നാരായണ ജയ.
കേട്ടതു പാതി കണ്ടതു പാതി കുട്ടനും തോന്നി ചെറിയൊരു മോഹം. കേട്ടതു പാതി കണ്ടതു പാതി കുട്ടനും തോന്നി ചെറിയൊരു മോഹം. പഠിക്കണമെങ്കിൽ ഇവിടെ തന്നെ മറ്റൊരു പഠനം വേണ്ടതെനിക്ക്. പഠിക്കണമെങ്കിൽ ഇവിടെ തന്നെ മറ്റൊരു പഠനം വേണ്ടതെനിക്ക്. മാർഗം പലതും തേടും നേരം ആരോ അവനുടെ ചെവിയിൽ ഓതി. മാർഗം പലതും തേടും നേരം ആരോ അവനുടെ ചെവിയിൽ ഓതി. ആ മാർഗം പലതും തേടും നേരം ആരോ അവനുടെ ചെവിയിൽ ഓതി. മാർഗം പലതും തേടും നേരം ആരോ അവനുടെ ചെവിയിൽ ഓതി. തൃശ്ശൂരിലുള്ളൊരു കോച്ചിങ് ക്ലാസ്സിൽ പോയവനെല്ലാം സീറ്റ് തുറപ്പാ. തൃശ്ശൂരിലുള്ളൊരു കോച്ചിങ് ക്ലാസ്സിൽ പോയവനെല്ലാം സീറ്റ് തുറപ്പാ. അങ്ങനെ എങ്ങനെ അങ്ങനെ എങ്ങനെ ABCD മാറിക്കുത്തി കുട്ടനുമെത്തി മലയുടെ മൂട്ടിൽ. ABCD മാറിക്കുത്തി കുട്ടനുമെത്തി മലയുടെ മൂട്ടിൽ. നാരായണ ജയ 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 നാരായണ ജയ. പുത്തനുടുപ്പും ബാഗും തൂക്കി കുട്ടനുമെത്തി അതിരാവിലെ തന്നെ. ഉടുപ്പും ബാഗും തൂക്കി കുട്ടനുമെത്തി രാവിലെ തന്നെ. പ്രിൻസിപ്പോളുടെ സ്പീച്ച് അത് കേട്ടു, റാഗിങ് സ്വൽപ്പം ഉണ്ടത് കേട്ടോ. പ്രിൻസിപ്പാളുടെ സ്പീച്ചത് കേട്ടു, റാഗിംഗ് സ്വൽപ്പം ഉണ്ടത് കേട്ടു. പ്രിൻസിപ്പോളുടെ സ്പീച്ച് അത് കേട്ടു, റാഗിങ് സ്വൽപ്പം ഉണ്ടത് കേട്ടോ. പ്രിൻസിപ്പാളുടെ സ്പീച്ചത് കേട്ടു, റാഗിംഗ് സ്വൽപ്പം ഉണ്ടത് കേട്ടു. 4:30 മണിയുടെ ബെല്ലതടിച്ചു, കുട്ടനും കൂട്ടരും ഞെട്ടി വിറച്ചു. 4:30 മണിയുടെ ബെല്ലതടിച്ചു, കുട്ടനും കൂട്ടരും ഞെട്ടി വിറച്ചു. ആരട മോനെ എന്തട മോനെ എന്ത് നിനക്ക് ഇത്ര ജാട. ആരട മോനെ എന്തട മോനെ എന്ത് നിനക്ക് ഇത്ര ജാട. കുപ്പിയൊരെണ്ണം പൊക്കിയെടുത്തവൻ ചേട്ടന്മാരുടെ മുന്നിൽ വെച്ചു. കുപ്പിയൊരെണ്ണം പൊക്കിയെടുത്തവൻ ചേട്ടന്മാരുടെ മുന്നിൽ വെച്ചു. അവരോ ഗൃഹിണി പിടിച്ചൊരു ചെക്കന് ചില്ലി ചിക്കൻ കിട്ടിയ പോലെ. അവരോ കടി പിടിച്ചൊരു ചെക്കന് ചില്ലി ചിക്കൻ കിട്ടിയ പോലെ. അങ്ങനെ എങ്ങനെ അങ്ങനെ എങ്ങനെ കുപ്പികൾ അങ്ങനെ നിരവധി പൊട്ടി കുട്ടനും ചേട്ടനും കമ്പനിയായി. കുട്ടികൾ അങ്ങനെ നിരവധി പൊട്ടി കുട്ടനും ചേട്ടനും കമ്പനിയായി. നാരായണ ജയ 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 നാരായണ ജയ. ടീനേജല്ലേ കോളേജല്ലേ കുട്ടനും വേണം ചെറിയൊരു പ്രേമം. ടീനേജല്ലേ കോളേജല്ലേ കുട്ടനും വേണം ചെറിയൊരു പ്രേമം. കളറുകൾ അങ്ങനെ ചൂണ്ടും നേരം അതിലൊരു സുന്ദരി തിരിഞ്ഞു നടന്നു. കളറുകൾ അങ്ങനെ ചൂണ്ടും നേരം അതിലൊരു സുന്ദരി തിരിഞ്ഞു നടന്നു. ഇത് കണ്ടവരെല്ലാം മനസ്സിൽ ചൊല്ലി, ഇതിലും വലിയൊരു ഉണ്ടോ. ഇതിലും വലിയൊരു ഭാഗ്യമതുണ്ടോ. സൂക്കർബർഗിനെ കൂട്ടുപിടിച്ചു, അവളുടെ ജാതകം കണ്ടുപിടിച്ചു. സൂക്കർബർഗിനെ കൂട്ടുപിടിച്ചു, അവളുടെ ജാതകം കണ്ടുപിടിച്ചു. ആ സൂക്കർബർഗിനെ കൂട്ടുപിടിച്ചു, അവളുടെ ജാതകം കണ്ടുപിടിച്ചു. സൂക്കർബർഗിനെ കൂട്ടുപിടിച്ചു, അവളുടെ ജാതകം കണ്ടുപിടിച്ചു. അനുദിനം അവളുടെ DP-യിൽ നോക്കും, അനവധി നിരവധി ലൈക്ക് കൊടുക്കും. അനുദിനം അവളുടെ DP-യിൽ നോക്കും, അനവധി നിരവധി ലൈക്ക് കൊടുക്കും. വീട്ടിൽ അമ്മയെ വിളിക്കാൻ മടിയുള്ളവനാ. നാരായണ ജയ 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 നാരായണ ജയ. മനസ്സിൽ തോന്നിയ തന്നെ മോഹം അവനോ അവളുടെ ചെവിയിൽ ഓതി. മനസ്സിൽ തോന്നിയ തന്നെ മോഹം അവനോ അവളുടെ ചെവിയിൽ ഓതി. അവളോ സമ്മതമരുളി, പക്ഷേ പ്രതിഫലമായി ചെറിയൊരു ഡിന്നർ. അവളോ സമ്മതമരുളി, പക്ഷേ പ്രതിഫലമായി ചെറിയൊരു ഡിന്നർ. മിലിയത് പോരാ സാനുഡ് വേണ്ട, മാജിക് ഓവൻ തന്നെ വേണം. മിലിയത് പോരാ സാനുഡ് വേണ്ട, മാജിക് ഓവൻ തന്നെ വേണം. മിലിയത് പോരാ സാനുഡ് വേണ്ട, മാജിക് ഓവൻ തന്നെ വേണം. മിലിയത് പോരാ സാനുഡ്
ഡിന്നർ കൂടാൻ വിളിച്ചതൊരാളെ കൂടെ വന്നത് 15ഓളം. ഡിന്നർ കൂടാൻ വിളിച്ചതൊരാളെ കൂടെ വന്നത് 15ഓളം. ഒടുവിൽ ബില്ലതു കിട്ടിയ നേരം പുത്തൻ കലസം ഇങ്ങനെ കീറി. ഒടുവിൽ ബില്ലതു കിട്ടിയ നേരം പുത്തൻ കലസം ഇങ്ങനെ കീറി. നാരായണ ജയ 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 നാരായണ ജയ. നഷ്ടക്കണക്കുകൾ കൂട്ടും നേരം അവളോ അവനുടെ അരികിൽ എത്തി. നഷ്ടക്കണക്കുകൾ കൂട്ടും നേരം അവളോ അവരുടെ അരികിൽ എത്തി. കയ്യിൽ ചെറിയൊരു കാർഡതു നൽകി ഒപ്പം ചെറിയൊരു പുഞ്ചിരി നൽകി. കയ്യിൽ ചെറിയൊരു കാർഡ് നൽകി ഒപ്പം ചെറിയൊരു പുഞ്ചിരി നൽകി. കാർഡതു ചൊല്ലി അവളുടെ വേളി ഇടവക്കൂറിൻ പാതിയിൽ തന്നെ. കാർഡ് ചൊല്ലി അവളുടെ വേളി ഇടവക്കൂറിൻ പാതിയിൽ തന്നെ. ആ കാർഡതു ചൊല്ലി അവളുടെ വേളി ഇടവക്കൂറിൻ പാതിയിൽ തന്നെ. കാർഡ് ചൊല്ലി അവളുടെ വേളി ഇടവക്കൂറിൻ പാതിയിൽ തന്നെ. ആരോ പണ്ട് പറഞ്ഞൊരു കാര്യം RDX പോൽ തലയിൽ മുഴങ്ങി. ആരോ പണ്ടു പറഞ്ഞൊരു കാര്യം RDX തലയിൽ മുഴങ്ങി. ഇങ്ങനെ നമ്പിപ്പോയവനെല്ലാം നാരായണ ജയ 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 നാരായണ ജയ. സപ്ലികൾ അനവധി വാരിക്കൂട്ടി 8ാം സെമ്മിൽ കുട്ടനുമെത്തി. സപ്ലികൾ അങ്ങനെ വാരിക്കൂട്ടി 8ാം സെമ്മിൽ കുട്ടനുമെത്തി. ആ സപ്ലികൾ അങ്ങനെ വാരിക്കൂട്ടി 8ാം സെമ്മിൽ കുട്ടനുമെത്തി. സപ്ലികൾ അങ്ങനെ വാരിക്കൂട്ടി 8ാം സെമ്മിൽ കുട്ടനുമെത്തി. കഷ്ടത മാറി നിവർന്നൊരു നേരം കേട്ടു അവനൊരു കുളിരും വാർത്ത. കഷ്ടത മാറി നിവർന്നൊരു നേരം കേട്ടു അവനൊരു കുളിരും വാർത്ത. ദുബായിൽ നിന്നൊരു ഷെയ്ക്ക് വരുന്നു മിടുക്കന്മാർക്കൊരു ജോലിയുമായി. ദുബായിൽ നിന്നൊരു ഷേഖ് വരുന്നു മിടുക്കന്മാർക്കൊരു ജോലിയുമായി. ടൈയും കോപ്പും ഷൂവും കെട്ടി കുട്ടനുമെത്തി അറബിയുടെ മുന്നിൽ. കയ്യും കോപ്പും ഷൂവും കെട്ടി കുട്ടനുമെത്തി അറബിയുടെ മുന്നിൽ. വന്നൊരു വീരൻ കുട്ടനെ നോക്കി കുളിച്ചും കിഴിച്ചും ഇങ്ങനെ ചൊല്ലി. വന്നൊരു വീരൻ കുട്ടനെ നോക്കി കുളിച്ചും കിഴിച്ചും ഇങ്ങനെ ചൊല്ലി. കയ്യും ഷൂപ്പും കോവും കൊള്ളാം വെയിലത് കൊണ്ടാൽ കറക്കും കേട്ടോ. കയ്യും കോപ്പും ഷൂവും കൊള്ളാം വെയിലത് കൊണ്ടാൽ കറുക്കും കേട്ടോ. മേനി കുറച്ചു കറുത്താലെന്താ കീശകൾ രണ്ടും വെളുക്കും 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 കേട്ടോ. വിഷയത് വന്നു കേട്ടവർ ചൊല്ലി കൊക്കിന് വെച്ചത് കുട്ടനു കൊണ്ടു. വിഷയം വന്നു കേട്ടവ ചൊല്ലി കൊക്കിനു വെച്ചത് കുട്ടന് കൊണ്ടു. അങ്ങനെ എങ്ങനെ അങ്ങനെ എങ്ങനെ ഒരുവിധം അങ്ങനെ ഉന്തി തള്ളി കുട്ടനുമെത്തി ദുബായിൽ തന്നെ. ഒരുവിധം അങ്ങനെ ഉന്തിത്തള്ളി കുട്ടനുമെത്തി ദുബായിൽ തന്നെ. ഈ കഥ കേട്ട ചിലരുടെ ഉള്ളിൽ നാരായണ ജയ 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 നാരായണ